നിരവധി ഭർത്താക്കന്മാരും അല്ലെ റിലേഷൻഷിപ്പ് തകരുന്ന ആണുങ്ങളും എന്നെ വിളിക്കാറുണ്ട്. അവരുടെ സംശയം പലപ്പോഴും അവരുടെ ഭാര്യ എന്തുകൊണ്ടാണ് അപ്രതീക്ഷിതമായിട്ട് ഡിവോഴ്സ് നേടിയത്, അല്ലെങ്കിൽ ഇട്ടേച്ച് പോയത്, അല്ലെങ്കിൽ കാമുകി എന്താണ് എന്നെ ഉപേക്ഷിച്ച് പോയതെന്നൊക്കെ ചോദിച്ചാണ് അവർ വിളിക്കാറുള്ളത്. അവർ പറയാറുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ, എനിക്ക് അറിഞ്ഞുകൂടാ സാർ എന്തുകൊണ്ടാണ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതെന്നും. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് നൽകുന്നത്. പ്രധാനമായിട്ട് കുറേയധികം ഇൻറ്റിമസി ടൈപ്പ് ഉണ്ട്. അതിനകത്തിൽ പ്രധാനമായിട്ട് 7 ഇൻറ്റിമസി ടൈപ്പുകളിൽ ഒരു 3 ഇൻറ്റിമസി എങ്കിലും ഈ റിലേഷൻഷിപ്പിലുള്ള ആളുകൾ തമ്മിലുണ്ടായിരിക്കണം. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിലും കാമുകനും കാമുകിയും തമ്മിലാണെങ്കിലും. ഇപ്പോൾ ഇൻറ്റിമസിയെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. ഇമോഷണൽ ഇൻറ്റിമസി, സ്പിരിച്വൽ ഇൻറ്റിമസി, ഫിസിക്കൽ ഇൻറ്റിമസി, എസ്തെറ്റിക് ഇൻറ്റിമസി, ഇങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഇൻറ്റിമസീസ് ഉണ്ട്. ക്രിയേറ്റീവ് ഇൻറ്റിമസി, പല ടൈപ്പ് ഓഫ് ഇൻറ്റിമസീസ് ഉണ്ട്. ഈ ഇൻറ്റിമസികൾ അറ്റ്ലീസ്റ്റ് ഒരു 3 എണ്ണമെങ്കിലും നമുക്ക് എന്താണ് പറയുക, ഒത്തുപോകുന്ന രീതിയിലില്ലെങ്കിൽ, അല്ലെങ്കിൽ കോമൺ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്പൗസ് അല്ലെ വൈഫ് അല്ലെ കാമുകി എന്ത് വിചാരിക്കും, ഇത് ഇന്നല്ലെങ്കിൽ നാളെ റെഡിയാവും, മറ്റന്നാൾ റെഡിയാവും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവർ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതിന് ഒരിക്കലും ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഈ ഒരു സാഹചര്യത്തിൽ ഇവർ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്താണ് പറയുക, നമ്മൾ വളരെ മോശം സിറ്റുവേഷനിലൊക്കെ ഇവർ നമ്മളോടൊപ്പം നിന്നിട്ടുണ്ടാവുക. അതിനകത്ത് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഇവർക്ക് നമ്മളോട് സ്നേഹമുണ്ട്, അല്ല സ്നേഹം എപ്പോഴും ഉണ്ട്. പിന്നീട് നിങ്ങൾക്ക് സമയം തരികയാണ്, നിങ്ങൾ നന്നാവുമോ എന്നുള്ള ഒരുപാട് സമയം തരിക. പിന്നീട് അവർ തന്നെ തോറ്റു കൊടുക്കുകയാണ്, അവരുടെ മുന്നിൽ തന്നെ തോറ്റു കൊടുക്കുകയാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ച ആളല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പ്രണയിക്കുന്ന എനിക്ക് ഓക്കെ അല്ല, ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല എന്നെ ഇഷ്ടപ്പെടുന്നത് അല്ലെ പ്രണയിക്കുന്നത്, ട്രീറ്റ് ചെയ്യുന്നതൊക്കെ ഇവർ മനസ്സിലാക്കുന്നു. അവർക്ക് യാതൊരു കാരണവശാലും മാറില്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനോ അല്ല ഒരു ഡൈവോഴ്സിനോ ഒക്കെ ഒരു തീരുമാനം എടുക്കണം. ഇതാണ് ഇതിന് പിന്നിലുള്ള റിയാലിറ്റി. അപ്പോൾ അവർ ഏറ്റവും അവസാന മൊമെൻറ്റിലാണ്, ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ച് ഏറ്റവും അവസാന മൊമെൻറ്റിലായിരിക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ കാണേണ്ട ഒരു സാഹചര്യമാണുള്ളത്. നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തമ്മിലുള്ള ഇൻറ്റിമസീസ് എങ്ങനെ ബിൽഡ് ചെയ്യാവുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചാൽ മാത്രമേ ഇത്തരം പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പല ആളുകളും നമ്മളോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ എന്നെ ഇട്ടേച്ച് പോയതെന്നുള്ള ഉത്തരം കിട്ടാത്തതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്, ഇൻറ്റിമസീസിലുള്ള കണക്ഷൻ ഇല്ലായ്മ. ഇത് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്.